ലോകം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രലോകം അതിവേഗം വളരുന്നു. അതെ, അതാണ് സത്യം. ഇന്ന് നമ്മുടെ കൈവിരൽ തുമ്പിൽ എല്ലാ നന്മകളും തിന്മകളും ഞൊടിയിടയിൽ ലഭിക്കുന്നു. സ്നേഹമുള്ള മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഞങ്ങൾ പറഞ്ഞു വന്നത് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, മദ്യം, മയക്കുമരുന്ന് എന്നിവയെക്കുറിച്ചാണ്. രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും യാതൊരു വിലയും കൊടുക്കാതെ നാം സംസ്കാരമില്ലാത്തവരായി വളരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മനുഷ്യത്വം മരവിച്ചവരായി തീർന്നിരിക്കുന്നു. പരസ്പരം ആക്രമിക്കുന്നു. അഴിമതിയും ആത്മഹത്യയും പെരുകുന്നു. ഗുരുത്വമെന്ന 3 അക്ഷരത്തെ നമ്മൾ കശാപ്പു ചെയ്തിരിക്കുന്നു. പിഞ്ചു കുട്ടികളെന്നോ വൃദ്ധരെന്നോ നോക്കാതെ അവരെ പീഡിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം അതിപ്രസരത്താൽ മത്തുപിടിച്ചു നിൽക്കുന്ന നമ്മുടെ തലമുറ പക്ഷേ ഒരു കാര്യം മറക്കുന്നു: ദൈവത്തെ അറിയുവാൻ, നന്മകളെ തിരിച്ചറിയുവാൻ. അതുകൊണ്ട് കൂട്ടുകാരെ, തിന്മകളെ ഇല്ലാതാക്കി നന്മകളെ തിരഞ്ഞെടുക്കുവാൻ നമുക്കൊരുങ്ങാം. മദ്യത്തിനും മയക്കുമരുന്നിനും അക്രമത്തിനും പീഡനത്തിനുമെതിരെ നമുക്ക് ശബ്ദമുയർത്താം. പ്രതികരണശേഷിയുള്ള ഒരു തലമുറയായി നമുക്ക് വളരാം. ഈ വർഷത്തെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. മാളോരെ, നിങ്ങൾ കേട്ടില്ലേ? ഈ വർഷത്തെ OVBSന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. ഇനി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് 8 ദിവസങ്ങൾ നല്ലത് തെരഞ്ഞെടുക്കുവാൻ നമുക്ക് പഠിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. നല്ലത് തെരഞ്ഞെടുക്കാം. അതെ, നല്ലത് തെരഞ്ഞെടുക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കാം, നല്ല പാട്ടുകൾ പഠിക്കാം, ആക്ഷൻ സോങ് ചെയ്യാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്നറിയാമോ? ഒരു കാര്യം മറന്നു, സ്നേഹവിരുന്ന്. നല്ല ആനന്ദമല്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ? ഇതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് പറ്റുമോ കൂട്ടുകാരെ? അപ്പോൾ നിങ്ങൾ തയ്യാറല്ലേ? നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അടുത്ത 8 ദിവസം നല്ലത് തെരഞ്ഞെടുക്കുന്ന ദിവസങ്ങളാക്കാം.
അതെ, നല്ലത് തിരഞ്ഞെടുക്കാം.